ഹലോ, വെൽക്കം ടു എൻട്രി ആപ്പ് ACCA. മൈ നെയിം ഇസ് എമിൽ ജോസഫ്. ഞാനിവിടെ ചെയ്യുന്നത് ACCAയിലെ F2 പേപ്പറായ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന ടോപ്പിക്കാണ്. ലെറ്റ്സ് ബിഗിൻ. വാട്ട് ഈസ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ? ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഇസ് ദ ഡിസ്കൗണ്ട് റേറ്റ് അറ്റ് വിച്ച് NPV ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് 0. NPV എന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ നെറ്റ് പ്രസൻറ്റ് വാല്യൂ 0 ആവാൻ വേണ്ട ഡിസ്കൗണ്ട് റേറ്റിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് റിട്ടേൺ ജനറേറ്റഡ് ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോഴേക്ക് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ NPV 0 ആവുക, പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല, കറക്റ്റ് 0 ആവാൻ വരുന്ന ഡിസ്കൗണ്ട് റേറ്റിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് ഇഫ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് തന്നേക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണ് IRR എങ്കിൽ നമ്മൾ ആ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ കണ്ടുപിടിക്കുന്ന IRR ഇഫ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ ദ പ്രൊജക്ട് റിട്ടേൺസ് ലോവർ ദാൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദെർഫോർ ദ പ്രൊജക്ട് ഷുഡ് ബി റിജക്റ്റഡ്. നമുക്ക് കിട്ടിയിരുന്ന പ്രൊജക്റ്റിൻ്റെ റിട്ടേണിനേക്കാൾ ലോവർ ആയിരിക്കും ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന റിട്ടേൺസ്. അപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യും. IRR എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് 2 ടെക്നിക്കാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ടെക്നിക്കാണ് ഗ്രാഫ് വെച്ചിട്ടുള്ളത്. ഗ്രാഫ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ NPVയുടെയും ഡിസ്കൗണ്ട് റേറ്റിൻ്റെയും ഒരു ഗ്രാഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ NPV ഡിസ്കൗണ്ട് റേറ്റ് ഗ്രാഫിൽ NPV 0 ആവാൻ നേരം വേണ്ട ഡിസ്കൗണ്ട് റേറ്റിനെയാണ് നമ്മൾ IRR എന്ന് പറയുന്നത്. NPV 0 ആവുക എന്ന് വെച്ചാൽ ഇവിടുന്ന് ഡിസ്കൗണ്ട് റേറ്റ് ആണ് X ആക്സിസിൽ പോകുന്നത്. സോ IRR വന്നിട്ട് ഈ NPVനെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്, ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ IRR അല്ലെങ്കിൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിൽ വരുന്ന ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണോ NPV 0 ആവാൻ വേണ്ടത്, നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വാല്യൂനെയാണ് നമ്മൾ IRR എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഇൻ്റർപോളേഷൻ മെത്തേഡ്. ഇൻ്റർപോളേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് 2 ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നിന്നും നമ്മൾ IRR എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഇൻ്റർപോളേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനായിട്ട് വേണ്ട ഫോർമുലയിലാണ് IRR is equal to ലോവർ റേറ്റ് ഓഫ് റേറ്റ് ചൂസൺ RA പ്ലസ് NPV ഓഫ് A ദ ഹോൾ ഡിവൈഡഡ് ബൈ NPV ഓഫ് A മൈനസ് NPV ഓഫ് B ഇൻറ്റു ബ്രാക്കറ്റിൽ RB മൈനസ് RA എന്ന് വെച്ചാൽ RA എന്ന് പറയുന്നത് ലോവർ റേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ചൂസൺ, RB എന്ന് പറയുന്നത് ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ചൂസൺ. നമുക്ക് 2 ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ടാവും. അതിനകത്ത് ഹയർ റേറ്റും ലോവർ റേറ്റും, ആ ഹയർ റേറ്റ് വെച്ചും കണ്ടുപിടിക്കുന്ന NPVയും ലോവർ റേറ്റ് വെച്ച് കണ്ടുപിടിക്കുന്ന NPVനെയാണ് NPV ഓഫ് അറ്റ് RA NPV ഓഫ് RB എന്ന് പറയുന്ന NAയും NBയും ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിനകത്ത് ഇപ്പോൾ ഫേർണിച്ചർ കമ്പനി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഫേർണിച്ചർ കമ്പനി ഈസ് കൺസിഡറിങ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ന്യൂ പീസ് ഓഫ് മെഷീനറി. ദ ഇൻവെസ്റ്റ്മെൻറ്റ് വുഡ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ലാസ്റ്റ് ഫോർ 6 years. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണ്? 6 years. 6 yearsൻ്റെ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 6 yearsലുള്ള പ്രൊജക്റ്റിലുള്ള ക്യാഷ് ഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. 0th ഇയറിൽ നമുക്ക് തരുന്നതാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് നെഗറ്റീവ് ഫിഗർ ആയിരിക്കും. പിന്നെയാണ് ക്യാഷ് ഫ്ലോസ്, പോസിറ്റീവ് ക്യാഷ് ഫ്ലോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോസ് വെച്ച് നമുക്ക് കിട്ടുന്ന IRR എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി അവർ റെക്കമെൻഡ് ചെയ്തേക്കുന്ന 2 ഡിസ്കൗണ്ട് റേറ്റ് 12%ഉം 15%ഉം. RA എന്ന് പറയുന്നത് ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ 12%ഉം RB എന്ന് പറയുന്നത് ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ 15% നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ RBയും RAയും ഉപയോഗിച്ച് ഇതിൻ്റെ NPV കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന NPVനെ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. NPV ഓഫ് A കിട്ടും, നമുക്ക് NPV ഓഫ് Bയും കിട്ടും, RBയും RAയും ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അത് ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ വെച്ചാണ് IRR നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ കിട്ടുന്ന IRR വെച്ച് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ NPV 0 ആയിരിക്കും. കാരണം IRR എന്ന് പറയുന്നത് എന്താണ്? NPV 0 ആവാൻ വേണ്ട ഡിസ്കൗണ്ട് ഫാക്ടർ റേറ്റ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഫാക്ടർ റേറ്റ് നമുക്ക് FFM ടേബിൾ ACCA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ടേബിൾ നമുക്ക് ചെയ്യാം. FFM ടേബിളിൽ ഇപ്പോൾ 12% ഡിസ്കൗണ്ട് റേറ്റ്, 12% ഡിസ്കൗണ്ട് റേറ്റ് ഫോർ ഇയർ 1 എത്ര വരും? 0.893. 12% ഡിസ്കൗണ്ട് റേറ്റ് ഫോർ ഇയർ 2 0.797 വരും. അങ്ങനെ 6 yearsൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് 12%ൻ്റെയാണ് ഈ തന്നേക്കുന്നത്. ഇത് എല്ലാം നമുക്ക് ഇപ്പുറത്തോട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യുമ്പോൾ ഇതാണ് ഡിസ്കൗണ്ട് റേറ്റ് 12%ൻ്റെ. അതുപോലെ തന്നെ 15%ൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് നമുക്ക് MAയുടെ എക്സാമിന് ഈ ഒരു
ഫോർമുല ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഇത് റെഫർ ചെയ്താൽ മതി. ഇതിനകത്ത് 15% വരുമ്പോൾ 15% ഫസ്റ്റ് ഇയറിലത് 0.870, സെക്കൻഡ് ഇയറിലത് 0.756, ലൈക്ക് ടിൽ 6th ഇയർ ആണ് നമുക്ക് വേണ്ടത് 0.432 വരെ. 15% ഇത് നമ്പർ ഓഫ് ഇയേഴ്സ്, ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതും എടുത്ത് ഇവിടെ നമ്മൾ ഇപ്പുറത്തോട്ട് കോപ്പി ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും ഡിസ്കൗണ്ട് റേറ്റ്സ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡിസ്കൗണ്ട് ഫാക്ടറും കിട്ടി, ക്യാഷ് ഫ്ലോസും ഉണ്ട്. ഇനി PVA എന്ന് പറയുന്നത് 12% ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് നമ്മൾ ക്യാഷ് ഫ്ലോസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ്. അതെടുത്തിട്ട് അതിൻ്റെ സം എടുക്കുമ്പോൾ കിട്ടുന്ന NPV ആണ്. 12% ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന NPV-NA. അതുപോലെ തന്നെ 15% കിട്ടുന്ന ഡിസ്കൗണ്ട് ഫാക്ടേഴ്സിൻ്റെ വാല്യൂയും ക്യാഷ് ഫ്ലോയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രസൻറ്റ് വാല്യൂവിൻ്റെ സമ്മാണ് NB അല്ലെങ്കിൽ NPV when 15% ഡിസ്കൗണ്ട് ഫാക്ടർ ഇസ് അപ്ലൈഡ്. അത് രണ്ടും കൂടി നമുക്കിപ്പോൾ ചെയ്യാം. ഈ കിട്ടിയിരിക്കുന്നത് പ്രസൻറ്റ് വാല്യൂ വെൻ 12% ഡിസ്കൗണ്ട് ഫാക്ടർ ഇസ് അപ്ലൈഡ്. ഇതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് NPV കിട്ടും. അതുപോലെ തന്നെ 15% എടുക്കുമ്പോഴേക്കുള്ളത് പ്രസൻറ്റ് വാല്യൂ ആണ് ഇപ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ സം എടുക്കുമ്പോൾ 12% NPVയിലുള്ള ഡിസ്കൗണ്ട് ഫാക്ടറിലുള്ള NPVയും 15% ഡിസ്കൗണ്ട് ഫാക്ടറിലുള്ള NPVയും നമുക്കിപ്പോൾ കിട്ടും. അതിൻ്റെ സമ്മാണ്. ഇപ്പോൾ നമുക്ക് NAയും കിട്ടി, NBയും കിട്ടി. IRRൻ്റെ ഇക്വേഷനിലോട്ട് നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. RA എത്രയാണ്? 12% പ്ലസ് NPV-A എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്? NA എന്ന് പറയുന്നത് 26.6948. 26.6948 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിൽ NPV ഓഫ് A മൈനസ് NPV ഓഫ് B. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുന്നത്. ഇത് നെഗറ്റീവ് ഫിഗർ നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ എടുക്കണം, അബ്സല്യൂട്ട് ടേംസിലല്ല എടുക്കേണ്ടത്. അപ്പോൾ വരുന്നത് NPV ഓഫ് A എത്രയാണ്? 26.6948 മൈനസും വരുമ്പോൾ ഇത് ഓൾറെഡി നെഗറ്റീവ് ഫിഗറാണ്, അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. പ്ലസ് 20.575 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇൻറ്റു ഹയർ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഫാക്ടർ മൈനസ് ലോവർ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് വെച്ചാൽ 15% മൈനസ് 12%. 15% മൈനസ് 12%. ഇതിൻ്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും? ചെയ്ത് നോക്കാം. ഈ കിട്ടിയേക്കുന്നതാണ് 13% ആണ്. 13.7% ആണ് നമുക്ക് കിട്ടുന്ന IRR. സോ നമ്മളിപ്പോൾ ഈ കിട്ടുന്ന ക്യാഷ് ഫ്ലോസിനെ 13.7% വെച്ച് ഡിസ്കൗണ്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ NPV 0 ആവും. കിട്ടുന്ന 0 ആവാൻ വേണ്ട ഡിസ്കൗണ്ട് ഫാക്ടറിനെയാണ് നമ്മൾ IRR എന്ന് വിളിക്കുന്നത്. സോ 13.7% വെച്ച് ചെയ്യുമ്പോൾ IRR 0 ആവും. ഇനി IRRൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. IRR മെത്തേഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ കൺസിഡർ ചെയ്യും. ഇതിൻ്റെ മൂല്യം എത്രയാണെന്നുള്ളത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്തായിരിക്കും എപ്പോഴും IRR മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ IRR മെത്തേഡ് നമുക്ക് MPVക്ക് വരുന്ന അതേ അഡ്വാൻറ്റേജസ് തന്നെയാണ് IRRനും വരുന്ന അഡ്വാൻറ്റേജസ്. IRRും ക്യാഷ് ഫ്ലോസ് ആണ് ഉപയോഗിക്കുന്നത്, ഒരിക്കലും പ്രോഫിറ്റ് അല്ല. പ്രോഫിറ്റ് ഉപയോഗിച്ചല്ല നമ്മൾ MPVയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ IRRും പ്രോഫിറ്റ്സ് മാത്രമല്ല, നമ്മളെല്ലാ ക്യാഷ് ഫ്ലോസും ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും. അപ്പോൾ ഒരു റിയൽ ടേമിൽ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ IRR മെത്തേഡ് ഈസ് ഈസി ഫോർ നോൺ ഫിനാൻഷ്യൽ മാനേജേഴ്സ് ടു കമ്പയർ അഗെയിൻസ്റ്റ് ദ ടാർഗറ്റ് പെർസെൻറ്റേജ്. ഒരു ഫിനാൻസിങ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരു മാനേജറിനാണെങ്കിലും IRR മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വെച്ച് നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് വയബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ IRRന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസഡ്വാൻറ്റേജസിലെ ഏറ്റവും ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് IRR ഇഗ്നോർസ് ദ സൈസ് ഓഫ് ദ പ്രൊജക്ട് വെൻ അപ്രൈസിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു 2 പ്രൊജക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, 2 പ്രൊജക്ട്സ് എടുക്കുന്നുണ്ടെങ്കിൽ ആ 2 പ്രൊജക്റ്റിൻ്റെയും IRR എടുക്കുമ്പോഴേക്ക് ലാർജർ പ്രൊജക്റ്റ് വിൽ ഇൻക്രീസ് ഇൻവെസ്റ്റേഴ്സ് വെൽത്ത് മോർ. പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. നമ്മൾ NPV 0 ആവുന്നൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ബേസ്ഡ് ഓൺ IRR മേ കോൺഫ്ലിക്റ്റ് വിത്ത് NPV.
ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് ഓൾവേസ് NPV ഇസ് ദ സുപ്പീരിയർ അപ്രൈസൽ മെത്തേഡ്. നമ്മൾ IRR വെച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിസ്കൗണ്ട് ഫാക്ടറിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഡിസ്കൗണ്ട് ഫാക്ടറിനെക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ NPV വെച്ച് അപ്പോൾ NPV 0 ആണ്. അതേസമയം നമ്മൾ NPV മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ പോസിറ്റീവ് NPV കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും NPV മെത്തേഡിൽ യൂസ് ചെയ്യുന്ന NPV മെത്തേഡ് വെച്ച് നമ്മളൊരു പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. For non-conventional investments, multiple investments needed to through project's life, there may be more than one solution for IRR. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു IRR വെച്ച് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ NPV കിട്ടും, ആ മൾട്ടിപ്പിൾ IRR കിട്ടും. മൾട്ടിപ്പിൾ IRR കിട്ടുമ്പോൾ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ നമുക്കൊരു ഡിസിഷനിലോട്ട് അറൈവ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടായിരിക്കും. ദർ മേ ബി മോർ ദാൻ വൺ സൊല്യൂഷൻ ഫോർ IRR. നമുക്ക് ഒരേ പ്രൊജക്റ്റിന് തന്നെ മൾട്ടിപ്പിൾ IRR കിട്ടും. ഇതിലേതെടുക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ. ഇത് IRR മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ ഇതാണ് IRR. നമ്മൾ IRR മെത്തേഡിനെ പറ്റി പഠിച്ചു. IRR എസ്റ്റിമേറ്റ് ചെയ്യുന്ന 2 രീതി പഠിച്ചു. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ചെയ്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.